നമസ്കാരം. ദ പെറ്റ് ഡിറ്റക്റ്റീവ് റീസെന്റ് ടൈമിൽ മലയാളത്തിൽ നിന്ന് വന്നതിൽ ഇത്രയേറെ ചിരിപ്പിച്ച ഒരു സിനിമ വേറെ ഇല്ല കേട്ടോ. വെറും ചിരിപ്പിക്കുന്ന ഒരു സിനിമ എന്നുള്ളത് മാത്രമല്ല ഈ സിനിമയുടെ പ്രത്യേകത. നല്ല കിഡിലൻ ടെക്നിക്കൽ ക്വാളിറ്റിയിൽ അതിഗംഭീരമായ മേക്കിംഗ് സ്റ്റൈൽ എടുത്തിട്ടുള്ളൊരു സിനിമ കൂടെയാണ്. പ്രണീഷ് വിജയനാണ് ഇതിന്റെ സംവിധായകൻ. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങിലുള്ളത്. അദ്ദേഹത്തോടൊപ്പം ജയ് വിഷ്ണു എന്ന് പറയുന്ന ഒരാൾ കൂടെ ചേർന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേര് ചേർന്ന് എഴുതിയ തിരക്കഥയാണ്. പ്രണീഷ് വിജയന്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്നുള്ള നിലയ്ക്ക് കിഡിലൻ ക്വാളിറ്റിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഷറഫുദ്ദീൻ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അദ്ദേഹം തന്നെയാണ് ഇതിലെ നായകനും. ഷറഫുദ്ദീനോടൊപ്പം ഗോകുലം ഗോപാലനും കൂടെ ഉണ്ട് പ്രൊഡക്ഷൻ സൈഡിൽ. സിനിമയെ സംബന്ധിച്ച് സിനിമ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വലിയ ഒരു ഇംപ്രഷൻ തോന്നിയതാണ്. കാരണം തീർത്തും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ട്രെയിലർ, അതിന്റെ ഒരു കളർ പാറ്റേൺ തന്നെ ട്രെയിലർ കണ്ട സമയത്ത് ശ്രദ്ധിച്ചതാണ്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ ഈ പറഞ്ഞ ഒരു ഇന്റർനാഷണൽ പരിപാടി ലോക്കലൈസ് ചെയ്തു എന്നുള്ള ഒരു സെറ്റപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. കാരണം മെക്സിക്കോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ സിനിമയ്ക്ക് ഉണ്ട്. ഇതിൽ കുറച്ച് കഥാപാത്രങ്ങൾക്കും കാര്യങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സൗത്ത് അമേരിക്കൻ സിനിമയുടെ ഒരു കളർ ടോൺ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സിനിമയുടെ പേര് കുറച്ച് വ്യത്യസ്തമാണ്. കാരണം അത് കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നും, പെറ്റ് ഡിറ്റക്റ്റീവ്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒരു കോമ്പിനേഷനാണ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ പേരിനോട് തന്നെ നീതി പുലർത്തുന്ന ഒരു എന്താ പറയുക സിനിമയാണ്. കാരണം ഇതിലെ നായകൻ പെറ്റ് ഡിറ്റക്റ്റീവ് ആണ്. അതായത് വളർത്ത് മൃഗങ്ങളെ കാണാതായി കഴിഞ്ഞാൽ അത് അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കുന്ന ഒരാൾ. അതിലേക്ക് നായകൻ എത്തുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ നല്ല രീതിയിൽ കഥയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം ഒരു കോമഡി സിനിമ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് ലോജിക്കൊക്കെ മിസ്സിംഗ് ആയിരിക്കും. ഇതിനകത്ത് അങ്ങനെയില്ല. ഇതിനകത്തെ സംഭാഷണങ്ങളായാലും ക്യാരക്ടേഴ്സ് ആയാലും സിറ്റുവേഷൻസ് ആയാലും ഒക്കെ നല്ല രീതിയിൽ കണക്റ്റഡ് ആണ്. എന്തുകൊണ്ട് എന്നൊരു തോട്ട് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ അതിന് സ്ക്രീനിൽ നിന്ന് തന്നെ മറുപടി ഉണ്ടാവും. കാരണം അതിൻ്റെ ഒരു ഡീറ്റെയിൽ അത്ര വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സീനുകളും വളരെ ഗംഭീരമായി വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അതുപോലെ തന്നെയാണ് പെർഫോമൻസും. ഇപ്പൊ അഭിനയിച്ച് തകർത്ത് അങ്ങനെയുള്ള പരിപാടികളൊന്നും അല്ല ഇതിനകത്തുള്ളത്. എന്നാൽ ഒരു ഗിവ് ആൻഡ് ടേക്ക്, ആക്ടേഴ്സ് തമ്മിലുള്ള ഒരു കെമിസ്ട്രി വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് കൂടെയാണ്. അതിൽ ഈ സ്ക്രീനിൽ വന്നിട്ടുള്ള എല്ലാ അഭിനേതാക്കളും ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ മുതൽ ഇങ്ങോട്ട് രഞ്ജി പണിക്കറാണെങ്കിലും ഷറഫുദ്ദീൻ ആണെങ്കിലും വിജയരാഘവനാണെങ്കിലും അനുപമ പരമേശ്വരനാണെങ്കിലും ജോമോനാണെങ്കിലും അതുപോലെ നിഷാന്ത് സാഗർ, ഇങ്ങനെ തുടങ്ങി സകല ആൾക്കാർ, പേരറിയാത്ത കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് ഈ സിനിമയിൽ എടുത്തു പറയുന്നത് ഇതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റിയാണ്. ഇത്ര ഒരു തുടക്കത്തിലുള്ള ഒരു സംവിധായകന്റെ ഒരു സിനിമയ്ക്ക് ഇത്രയേറെ ടെക്നിക്കൽ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് എന്ന് പറയേണ്ടി വരും. കാരണം ഇതിന്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് അങ്ങനത്തെ ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന ആനന്ദ് സി ചന്ദ്രനാണ്. ഫ്രെയിമുകളൊക്കെ അങ്ങനെയാണ്. അത് ഇത്രയും മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. എഡിറ്റർ അഭിനവ് സുന്ദർ നായിക്കാണ്. പിന്നെ പറയേണ്ടതില്ലല്ലോ, അത് ഗംഭീരമായിട്ട് തന്നെ സീനുകൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സിനിമയാണ്. നമുക്ക് ചുമ്മാ ഇങ്ങനെ ചിന്തിച്ചിരിക്കാനും പരിപാടിയൊന്നും ഇല്ല. കാരണം അത്രയ്ക്കും ഗംഭീരമായി സീനുകൾ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാജേഷ് മുരുകേശനാണ്. ക്ലൈമാക്സിലൊക്കെ പുള്ളിയുടെ ഒരു പരിപാടി ഉണ്ട്, ഗംഭീരം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ സിനിമയുടെ ഏറ്റവും മനോഹരമായ ഏരിയ എന്ന് പറയുന്നത് ഒരു ഫൈനൽ ആക്ട് ആണ്. അത്ര കിഡുമായിട്ടുള്ള പരിപാടിയാണ്. കാരണം ഒരു ഇന്ന് വണ്ടർല അങ്ങാണ്ടാണ് വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അത് കിഡിലായി ചെയ്തിട്ടുണ്ട്. ചിരിക്കാനുള്ള നല്ല ഒരുപാട് മൊമെന്റുകളുള്ള ഒരു ക്ലൈമാക്സ് ആണ് അവിടെ. പക്ഷേ ഈ പറഞ്ഞ മ്യൂസിക്കാണ് സീനിനൊക്കെ എലവേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഈ ഒരു സിനിമ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിൽ തന്നെ പോയി കാണും. ഇത് OTT ഒന്നും കണ്ടാൽ അങ്ങനെ വർക്കാവില്ല. കാരണം തിയേറ്റർ മൊമെന്റുകളുള്ള തിയേറ്ററിന്റെ ഒരു സൗണ്ട് എഫക്ട്സിലും വലിയ സ്ക്രീനിലും കാണുമ്പോഴാണ് അത് കൃത്യമായിട്ട് വർക്കാവുള്ളൂ. അങ്ങനെ ഒരുക്കിയ ഒരു സിനിമയാണ്. വെറുതെ കോമഡിക്ക് വേണ്ടി കുത്തിത്തിരികിയ സീനുകളും കാര്യങ്ങളും ഒന്നുമില്ല. ആ സിനിമയുടെ സ്ക്രിപ്റ്റിൽ സിറ്റുവേഷനിലും ക്യാരക്ടേഴ്സിലൂടെ വരുന്ന കോമഡികളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കണക്ട് ആവും. സിനിമ ഒരു ഡിറ്റക്റ്റീവ് എന്ന പേരുണ്ടല്ലോ, ഒരു ത്രില്ലർ മൂഡ് ഉണ്ട് സിനിമയ്ക്ക്. പക്ഷെ അത് അത്ര ഒരു എന്താ പറയുക ഈ പറഞ്ഞ സീരിയസ് മൂഡിലല്ല പോകുന്നത്. കോമഡി ട്രാക്കിൽ പോകുന്ന എന്താ പറയുക ഒരു അന്വേഷണ വഴികളും പരിപാടികളൊക്കെയാണ്. പക്ഷെ ഇതിലെ സിറ്റുവേഷൻസിനെ കണക്ട് ചെയ്തിരിക്കുന്നതും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ സിനിമയെ ഗംഭീരമാക്കുന്നുണ്ട്. എന്തായാലും തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഇപ്പോഴത്തെ യൂത്തിന് കണക്ട് ആവുന്ന രീതിയിലുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് കേട്ടോ. പഴയ രീതിയിലുള്ളൊരു മേക്കിംഗ് ഇതല്ല. പിന്നെ ഇമോഷണലി അങ്ങനെ കണക്ട് ആവുന്ന ഒരുപാട് പരിപാടികളൊന്നുമില്ല. വിഷ്വൽ ബ്രില്യൻസിലാണ് സിനിമ സഞ്ചരിക്കുന്നത്. അതുപോലെ യൂത്തിന് കണക്ട് ആവുന്ന രീതിക്കുള്ള എന്താ പറയുക മേക്കിംഗ് രീതികളും പരിപാടികളൊക്കെയാണ് സിനിമയിലുള്ളത്. യൂത്തിൻ്റെ ഒരു എന്താ വലിയ ഓളത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമ കൂടിയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു.